എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ഗോപാൽ, കണ്ണൂർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു 100 മീറ്റർ ചുറ്റളവ് അത്രയും അടുത്തുള്ള എൻ്റെ സ്വന്തം ക്ഷേത്രം പള്ളിപ്പോൽ മടപ്പുര. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ചരിത്രങ്ങളും അവിടുത്തെ ചരിത്രം എല്ലാം അറിയാം നമുക്ക്. അതിന് മുന്നേ എനിക്ക് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള കാര്യം നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നു. അതായത് എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കണ്ണൂരേക്ക് പോകുമ്പോൾ കുടുക്കുമട്ട എന്നൊരു സ്ഥലത്ത് റോഡ് സൈഡിലൊരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. ആ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നല്ല ഒരു 10 തലയുള്ള രാവണൻ്റെ രൂപത്തിൽ 10 തല രൂപത്തിലുള്ള ഒരു വിളക്ക് അവിടെ നിറഞ്ഞ് എന്നും സന്ധ്യ നേരത്ത് കത്തും. ആ വിളക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എൻ്റെ തൊട്ടടുത്തുള്ള മുത്തപ്പ ക്ഷേത്രത്തിൽ എനിക്ക് ആ വിളക്ക് കൊടുക്കാൻ കഴിയണേ എന്ന്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിൽ പോയ സമയത്ത് എനിക്ക് ആ ആഗ്രഹം സാധിക്കാനുള്ള അവസരം വന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛനും എൻ്റെ അച്ഛൻ്റെ മരുമകൻ, പെങ്ങളുടെ മകൻ സദാനന്ദനും കൂടിയിട്ട് പയ്യന്നൂരാണ്. പയ്യന്നൂർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. പയ്യന്നൂർ പോയിട്ട് ആ വിളക്ക് ഉണ്ടാക്കി അത് തീർത്ത് കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം മടപ്പുരയിൽ അവിടെ കൊടുത്തു. അതങ്ങനെ കുറേ കാലം നിറഞ്ഞു കത്തി. ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ 1993 കാലഘട്ടങ്ങളിലാണ് ഈ വിളക്ക് നമ്മുടെ സ്വന്തം മടപ്പുരക്ക് സമർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. പിന്നെ നമ്മുടെ ഈ മടപ്പുരയുടെ വേറൊരു പ്രത്യേകത കൂടി ഞാനിവിടെ പറയുന്നു. അതായത് എൻ്റെ കല്യാണം, എൻ്റെയും എൻ്റെ അനിയൻ്റെയും കല്യാണം ഒരു ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണത്തിൻ്റെ തലേത്തെ ദിവസം മുതൽ എൻ്റെ അമ്മക്ക് പനി വന്നിട്ട് ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര അവശത. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് തന്നെ വളരെ ഒരു സന്തോഷക്കുറവുള്ള സമയമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അമ്മയെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കലും എല്ലാമായിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ പിറ്റേന്ന് എനിക്കൊരു ആഗ്രഹം, ഒരു നേർച്ച പോലെ ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളാട്ടം കഴിച്ചു, മുത്തപ്പനെ കെട്ടിയടിച്ചു. അങ്ങനെ മുത്തപ്പൻ്റെ ചടങ്ങെല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. മുത്തപ്പൻ്റെ ചടങ്ങ് കഴിയുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മുടെ കുടുംബക്കാരെ മാത്രം വിളിച്ചു കയറ്റിയിട്ട് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടന്മാർ, ചേട്ടത്തിമാർ, ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ അനിയൻ്റെ വൈഫ്, അനിയൻ, എൻ്റെ പെങ്ങൾ, എല്ലാവരും ഉണ്ട്. ആ സമയത്ത് മുത്തപ്പൻ ഒരു ദുഃഖകരമായ വാർത്ത കേൾപ്പിക്കുകയുണ്ടായി. അതായത് എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും കൈ പിടിച്ചിട്ട് അച്ഛനോട് പറയാം അമ്മയെപ്പറ്റി. അതായത് തുലാമാസത്തിനപ്പുറം അമ്മ ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരവസ്ഥ. ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയായിരുന്നു. അതിനുശേഷം ശരിക്കും എൻ്റെ മനസ്സിലും ഇരുട്ടായി, എൻ്റെ കുടുംബത്തിലും ഇരുട്ടായി, സന്തോഷങ്ങളെല്ലാം ഇല്ലാതായൊരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേത്തെ ദിവസം കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങിയിട്ട് എൻ്റെ സ്വന്തം മടപ്പുര പള്ളിപ്പുരയിൽ മുത്തപ്പൻ മടപ്പുരയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മക്ക് അടുത്ത വർഷം ഈ ദിവസം വരെ ജീവനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രനടയിൽ ഇവിടെ കെട്ടിയാടിക്കുന്ന എല്ലാ തെയ്യത്തെയും ഞാൻ കെട്ടിയാടിച്ചോളാം എന്നുള്ളൊരു പ്രാർത്ഥന കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ തുലാമാസം ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ള വർഷമായിരുന്നു അത്. അതുപോലെ ആ ഒരു വർഷം കഴിഞ്ഞു, ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് അവിടെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം, എല്ലാ തെയ്യവും ഞാനവിടെ കെട്ടി അടിച്ചു. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് 20 വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ എന്നല്ല, അമ്മയുടെ കൂടെ ഞാനിപ്പോഴും ഉണ്ട് ഒരുമിച്ച്. അമ്മക്ക് ചെറിയ ചെറിയ അസുഖങ്ങളില്ലാതെ വേറെ പ്രത്യേകിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം പള്ളിപ്പോൽ മടപ്പുരയിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഇനി
ഞാനിതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം മടപ്പുരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടെ പിന്നെ ഈ മടപ്പുര എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെ തുടക്കം മുതൽ കണ്ടു വളർന്ന ഒരാളുണ്ട് ഇവിടെ. അതെൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. രാജീവേട്ടാ, നിങ്ങൾ ചെറുപ്പം മുതൽ ഇവിടെ ഈ ഇങ്ങനെ ഒരു മടപ്പുരയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചെറുപ്പം മുതൽ അറിയുന്നതും കണ്ടും വളർന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ പറയണം. അതിപ്പം എല്ലാം അറിയാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അറിയില്ല. എന്നാലും നിങ്ങൾ കണ്ടു വളർന്ന ഒരിതല്ലേ. അപ്പം ഈ മടപ്പുര ഇവിടെ ഉണ്ടാവാനും അല്ലെങ്കിൽ മുത്തപ്പൻ്റെ സ്ഥാനം ഇവിടെ ഉണ്ടാകാനും നിങ്ങൾ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വിശദീകരിക്കും. ഞാൻ വളരെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഒരു 14 വയസ്സല്ലേ ഒരു നല്ല ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിലേ അറിയുന്നത്. അപ്പം ഞാൻ കാണുന്ന കാഴ്ചയിൽ ഇവിടെ ഒരു ചെറിയൊരു തറ, ആ തറേൻ്റെ മേലെ ഒരു കല്ല്, ഒരു കല്ല് വെച്ചിട്ട് അവിടെ വിളക്ക് വെക്കുന്ന ഒരു സമ്പ്രദായം അന്നേരം കാണുന്നത്. അതായത് മുറ്റത്താണോ മുറ്റത്തിന് പുറത്താണോ? വീടിന്റെ മുൻഭാഗത്തായി. മുൻഭാഗത്ത്. അപ്പോൾ പിന്നെ അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, അപ്പോൾ ഇവരിങ്ങനെ വിളക്ക് വെച്ച് വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളാട്ടം കെട്ടിയാടി. അതും കഴിഞ്ഞ് കുറച്ചും കൂടി കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവപ്പനെയും വെള്ളാട്ടം കെട്ടിയാടാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരിതാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുളികൻ ദൈവത്തിൻ്റെ തറയും അടിയിലായിട്ട് അവിടെ ഒരു വിളക്ക് വെക്കുകയും പിന്നെ ഇതേപോലെ കെട്ടിയാടുകയും ചെയ്തു. അപ്പോൾ അന്നേരം 3 ദൈവക്കോലങ്ങളായി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞേരാണ് ഭഗവതി പിന്നെ കെട്ടിയാടാണ്. അല്ല, ശരിക്കും എൻ്റെ അറിവിൽ ഞാനും കേട്ടിട്ടുണ്ട്. അതായത് ഭഗവതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അദ്ദേഹം മെയിൻ മടയൻ എവിടെയോ കിഴക്കെവിടെയോ തെയ്യം കാണാനോ തെയ്യത്തിനോ പോയപ്പോൾ അവിടെ ഒരു സുന്ദരിയായ ഒരു ഭഗവതിയെ കെട്ടി ആടുന്നതായിട്ടും ആ ഭഗവതിയെ കണ്ടിട്ട് എൻ്റെ മടപ്പുരക്ക് ഈ ഭഗവതിയെ കൊണ്ടുവന്നാലോ എന്ന് മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ അല്ല എങ്ങനെയാണോ? അത് ഞാനും കേട്ട ഒരു കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈടെ ഈ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം ക്ഷേത്ര പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ട്, ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഭഗവതി ഉണ്ടല്ലോ, ഇങ്ങനെ ഇടത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നു, നിങ്ങളൊരാഗ്രഹിച്ച ഭഗവതി ഉണ്ടല്ലോ എന്ന് ഈ പ്രശ്നക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കെട്ടിയിടാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, അതായത് കിഴക്ക് എവിടെയോ തെയ്യത്തിന് പോയപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മടയൻ അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചു, ഈ അതിസുന്ദരിയായൊരു ഭഗവതിയാണല്ലോ, അപ്പോൾ എൻ്റെ മടപ്പുരക്ക് എന്നെങ്കിലും കെട്ടിയാടിക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് തോന്നിയാണ് ഇവിടുത്തെ മടയന്. അപ്പോൾ പിന്നീട് അത് പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിലത് തെളിഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ആ ഭഗവതിയെ കെട്ടിയാടിക്കാൻ തുടങ്ങിയത്. എല്ലാ വർഷവും അല്ല, പിന്നീടുള്ള എല്ലാ വർഷവും. ശരിക്കും ഈ ഭഗവതിയുടെ പേര്, ശരിക്കുള്ള പേര് എന്താ? ഇവിടെ പറയുന്നത് രുദ്രാള ഭഗവതി. അപ്പോൾ രുദ്രാള ഭഗവതി എന്നാണ് നമ്മുടെ ഈ മടപ്പുരക്കുള്ള ഈ ഭഗവതിയുടെ പേര്. പിന്നെ നിങ്ങളെ അറിവിൽ, അതായത് നിങ്ങളെ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന് ഈ ഇവിടുത്തെ മടയൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ അതായത് ചെണ്ടമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ദൈവികമായിട്ട് എന്തെങ്കിലും തോന്നിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ?
ഇപ്പം പറഞ്ഞു കേട്ട അറിവുണ്ട്. അതായത് മുതിർന്നവരെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഇവർ ചെറുപ്പത്തിലേ ഇങ്ങനെ തെയ്യത്തിൻ്റെ വേഷമെല്ലാം ധരിച്ചിട്ട് തുള്ളുക, പിന്നെ അതേപോലെയുള്ള ഈ പൈങ്കിറ്റി വെക്കുക, എല്ലാം ചെറുപ്പത്തിൽ കുട്ടികൾ ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യലുണ്ട്. പിന്നീട് അത് കുറച്ചും കൂടി മുതിർന്നതിന് ശേഷം അത് ഇതായിട്ട് തന്നെ ഒരു ചെയ്യുന്ന ചടങ്ങ് പോലെ തന്നെയായിട്ട് പിന്നെ ചെയ്തു വന്നെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത്രയും ഭക്തിയായി ആണ് അതിൽ കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു ഒരു ചെറുപ്രായത്തിൽ തന്നെ, അതായത് പൈങ്കിട്ടി വെക്കാനെല്ലാം തുടങ്ങിയിരിക്കുന്നല്ലേ? അതെ, അങ്ങനെയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ മടയനായിട്ട് വന്നതും. അതുപോലെ ഇവിടെ ഒരു ഈ പൈങ്കിട്ടി വെച്ച് അതിനുശേഷം വെള്ളാട്ടം ചെറിയ മുത്തപ്പനെ കെട്ടി, അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം അല്ലേ? നിങ്ങൾക്ക് അറിയുന്നത് അങ്ങനെയാണ് അല്ലേ? അറിയുന്നത് അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കണ്ടു മനസ്സിലാക്കി. എനിക്കും പ്രായമായതിനു ശേഷം പിന്നെ രാജുവേട്ടൻ പറഞ്ഞല്ലോ ആദ്യം ഇവിടെ ഒരു തറയ ഉണ്ടായത്, പിന്നെ എങ്ങനെയാണ് ഇത്, പിന്നെന്താ ഉണ്ടായത്? അതിപ്പം ഈ ബിൽഡിങ് വരുന്നതിന് മുന്നേ പിന്നെന്താ ഉണ്ടായത്? അതിപ്പം ഒരു തറ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മഴക്കാലമെല്ലാം ആകുമ്പോൾ വിളക്കെല്ലാം വെച്ചാൽ അത് വിളക്ക് ഇട്ടു പോകുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു 4 തൂണ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ ഓലേനെ മരത്തിൻ്റെ തൂണാക്കി ഓലേനെ കൊണ്ട് മേൽപ്പൊരിയാക്കി ഇങ്ങനെ ചെരിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ ഒരു ഓല കൊണ്ട് തന്നെ മറിയാക്കി അതിൽ ആ തറമൽ വിളക്ക് വെക്കലേനും ആദ്യമായിട്ട് കാണുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഇവർ മടപ്പരക്ക് മടയനായിട്ട് പറശ്ശിനിക്ക് പോയതിന് ശേഷമായിരിക്കണം. അതിന് ശേഷമാണ് ഇത് മടപ്പര അതിൻ്റെ കുറ്റിക്കാരനെ കൊണ്ടുവന്ന് പിന്നെ കുറ്റിയെല്ലോട്ട് ഏകദേശം ഉത്തരക്കല്ല് എന്ന് പറയുന്നുണ്ടല്ലോ, അതുവരെ വെച്ചു, അവർ സ്വന്തമായി വെച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവർക്ക് അസുഖമെല്ലാം പിടിപെട്ടതിന് ശേഷം നാട്ടിലുള്ള ആളെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത്, അതായത് ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിന് ഇവിടുത്തെ മടയൻ ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിനുശേഷം പൈങ്കിട്ടി വെച്ചു, പിന്നെ ഒരു തറയാക്കിയിട്ട് വെച്ചു, അതിനുശേഷം മരത്തിൻ്റെ 4 തൂണാക്കി. പിന്നെ രാജുവേട്ടൻ ഇവിടുത്തെ അച്ഛൻ മടയൻ പെർസിനിക്കടവിലെ ഒരു മടയനാണല്ലോ, അത് എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിപ്പെട്ടത്? നിങ്ങളെ അറിവിലുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചത് വിശദമായിട്ട് പറയാൻ കഴിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെ ക്ഷേത്ര ചടങ്ങെല്ലാം വളരെ ഇതായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവരെ ചടങ്ങ് കാണുകയും അത് പറശ്ശിനിയായി ബന്ധപ്പെട്ട ആൾ അത് മനസ്സിലാക്കിയിട്ട് അവരെ അങ്ങോട്ടേക്ക് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെങ്ങാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഇവിടുത്തെ അച്ഛൻ മടയൻ, കൂടാളി മടയൻ എന്നുള്ള നല്ലൊരു പേരും ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണ് പെർസിനിക്കടവിലേക്ക് ക്ഷണം കിട്ടിയതും പിന്നെ അവിടുത്തെ മടയനായതും. പിന്നെ അദ്ദേഹത്തിന് അസുഖം വന്നതിന് ശേഷമാണ് ഈ മടപ്പുര ഇങ്ങനെ പകുതി വെച്ച് നിന്നു എന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷം ഇത് കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെ കമ്മിറ്റിക്കാരാണ് ബാക്കി ഇത് ചെയ്തതെന്ന് ആണോ? അതായത് ഇവര് മടയൻ ഓരോ ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് കുറച്ച് വിഷമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരണത്തോടു ഇത് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഇതുകൊണ്ട് നാട്ടുകാരോട് പറയുകയും, അപ്പോൾ നാട്ടുകാർ എല്ലാവരും സഹകരിച്ചിട്ട് പിന്നെ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം അങ്ങനെ എല്ലാവരും സഹകരണത്തോടു കൂടിയായിട്ടാണ് ഇനി കാണുന്ന രീതിയിലുള്ള മടപ്പരിപാടി ഉണ്ടായിട്ടുള്ളത്. അതെ, ഇവിടുത്തെ അച്ഛൻ മടയന് കാര്യമായ അസുഖം വന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് തനിച്ച് നടത്താൻ പറ്റില്ല, അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുശേഷമാണ് ഈ ബിൽഡിങ് ഇതുവരെ എത്തിയത്, ഇങ്ങനെയാക്കി തീർത്തത് അതിനുശേഷമാണ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് കമ്മിറ്റിക്കാരുടെ നിയന്ത്രണത്തിലും കൂടിയാണ് ഇവിടെ ഉത്സവം കഴിക്കുന്നതും എല്ലാം നടത്തിക്കൊണ്ടുവരുന്നതും. ഇവിടുത്തെ അച്ഛൻ മടയനുള്ള സമയം തന്നെ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ പൈങ്കിറ്റി വെക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ മകനും മടയനായിട്ടുള്ളൊരു ആ ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
അദ്ദേഹത്തെ പെർസണിക്കേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. അതെങ്ങനെയാണ് അത് നിങ്ങൾക്ക് അറിയുന്നത്? നിങ്ങൾക്കൊന്ന് പറയാം. അത് സാധാരണ പറശ്ശിനി മടപ്പരയിൽ ഇങ്ങനെ ഒരാളെ ഓരോ മടപ്പരയിൽ നിന്ന് അവരാവശ്യാർത്ഥം വിളിക്കാറുണ്ട്. അതുപോലെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അത് ഇതായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു മടയനും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ. അപ്പം ആദ്യം ഉണ്ടായിട്ടുള്ള മടയൻ്റെ മകനാണല്ലോ. അപ്പോൾ അവരെ അവിടത്തേക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റൂലെന്ന് ഇവിടെയുള്ള ആളുകളായിട്ട് അന്വേഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമകൃഷ്ണൻ മടനെ അങ്ങോട്ടേക്ക് കൂട്ടി അവിടുന്ന് പരിശീലിപ്പിച്ചിട്ട് പിന്നെ അവിടെ സ്ഥാനം കൊടുത്തു, ആചാരപ്പെട്ട് സ്ഥാനം കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അച്ഛൻ മടയനും അതുപോലെ മകൻ മടയനും രണ്ടു പേരും പെർസണിക്ക് പ്രധാന മടയനായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചാണ്. അപ്പോൾ അച്ഛൻ മടയൻ നേരത്തെ നമ്മളെ വിട്ടുപോയി. അതേപോലെ മകൻ മടയൻ ഇപ്പം അടുത്ത കാലമാണ് ഞങ്ങളെല്ലാം വിട്ടുപോയത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത അങ്ങനെയുള്ള പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ഭഗവതിക്ക് നമ്മുടെ പ്രത്യേക സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അവിടെ വർഷത്തിൽ പൂജ അല്ലെങ്കിൽ പൈൻകുറ്റി കഴിക്കുന്ന സമയത്ത് ആ ഭാഗം പൂജ ചെയ്യുന്നതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? അത് ഒരു പ്രശ്നത്തിലാണെന്നറിയില്ല, ഇങ്ങനെ പറഞ്ഞതായിട്ടൊരു അറിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭഗവതിക്ക് സ്ഥാനം കൊടുത്ത ഒന്നാമത്തേൽ സ്ഥലപരിമിതിയാണ്. ഇവിടെ ചെറിയ സ്ഥലമേ ഉള്ളൂ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കാവെല്ലാം എടുക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അവിടെ അന്നത്തെ കളിയാട്ട ദിവസം അവിടെ ഇത് വടക്ക് ഭാഗത്തായിട്ട് പൂജ വെക്കുകയും അവിടുന്ന് ദൈവം കെട്ടിയിറങ്ങുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ദൈവം മുഖേന ഭഗവതി ഇറങ്ങി കഴിഞ്ഞാലും ഭക്തന്മാരോടും ക്ഷേത്രക്കാരോടും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു വിരുന്നുകാരിയായിട്ട് കളിയാട്ട ദിവസങ്ങളിൽ വന്നു പോയാൽ മതി. അതായത് ഭഗവതി അന്നത്തെ ദിവസം പറയാറുണ്ട്. പറയാം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഭഗവതി തന്നെ ആ കളിയാട്ട ദിവസം പറയാറുണ്ട്, ഞാനിങ്ങനെ ഒരു വിരുന്നുകാരിയായിട്ട് വന്ന് പോയാൽ മതി എന്നാണ്. അപ്പോൾ അത് നല്ലൊരു തൃപ്തിയാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥലപരിമിതി ഉണ്ട്. പിന്നെ അങ്ങനെ അവർക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശരിക്കും ഒരു അമ്പലം, അത് ബിൽഡിങ് തന്നെ പണിത് അവിടെ സ്ഥാനം കൊടുക്കണം. അതിന് പ്രത്യേക പൂജ കഴിക്കണം, പൂജ കഴിക്കാൻ ആൾ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ഞാനിപ്പം എല്ലാ വർഷവും വിരുന്നുകാരിയായിട്ട് വന്നിട്ട് പോകാമെന്ന്. മാത്രമല്ല ഈ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അത് നല്ല അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പലരുടെ അനുഭവം അതുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആ വിശ്വാസത്തിൻ്റെ എല്ലാം കാര്യം അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പം നമുക്ക് ഗുളികൻ തറ കാണാം, അതുപോലെ കലശത്തിൻ്റെ തറ കാണാം. പിന്നെ ഇവിടെ വേറെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാഗത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട്, അതും കൂടി നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ, അതായത് പുത്തരി ഏത് മാസമാണ് വരുന്നത്, ഏത് ഡേറ്റാണ്? തുലാം 15 പുത്തരി. എല്ലാ വർഷവും തുലാം 15. അതുപോലെ തന്നെ ഉത്സവം മകരം 10, 11 തീയതികളിലായിട്ട് ഉണ്ടാകാറ്. അതായത് ജനുവരി 24, 25 അല്ലേ? പുത്തരി ആണെങ്കിൽ നവംബർ 1 അല്ലെങ്കിൽ 31 ഒന്നായിട്ട് മലയാള മാസത്തിന് കണക്കിലെടുത്തിട്ടാണ് അത് വരിക. നമ്മൾ മലയാള മാസമാണ് കണക്കിലെടുക്കുക. അപ്പോൾ ഉത്സവമായെന്ന്, അതായത് കളിയാട്ട മഹോത്സവമായ അന്ന് അതിൻ്റെ തലേന്ന് എങ്ങനെയാണ് ആ ചടങ്ങ് തുടങ്ങുന്നത്? ഉത്സവമായെന്നാണ് രാവിലെ മുതലാണ് ചടങ്ങ് തുടങ്ങുക. തലേത്തെ ദിവസം രാവിലെ മുതൽ അല്ലേ? അതായത് മകരം 10, 11 അപ്പോൾ മകരം 10 രാവിലെ പിന്നെ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങ് തുടങ്ങുന്നത്. രാവിലെ ഗണപതി ഹോമം 9 മണിയെല്ലാം ആവും. അത് കർമ്മികളെ സമയത്തിനും നമ്മുടെ ഒരു സമയം ക്രമപ്രകാരം. ഇതിനിടയ്ക്ക് ഈ പെരുങ്കൊല്ലം വന്നിട്ട് ആയുധങ്ങൾ കഴുകാനുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന മുത്തപ്പനും ഭഗവതിയിലും ഉപയോഗിക്കുന്ന വാളുകൾ അതുപോലെയുള്ള ഇത് പെരുങ്കൊല്ലം വന്നിട്ട് കടയണം. പെരുങ്കൊല്ലം വന്ന് കടഞ്ഞതിന് ശേഷം ആ വാള് കലശാടിയിട്ട് മടപ്പുരേൻ്റെ അകത്ത് വെക്കും. അതുകൂടി ശുദ്ധി വരുത്തിയിട്ടാണ് ചടങ്ങ് തുടങ്ങുന്നത്. പിന്നത്തെ ചടങ്ങ് തുടങ്ങുന്നത് ദൈവത്തിന് മലയിറക്കുക എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 2:30 ശേഷമാണ് അല്ലേ? ആ ചടങ്ങ് 2:30 ശേഷം തുടങ്ങും. ആ ചടങ്ങ് 1 മണിക്കൂർ ഏകദേശം ആ ചടങ്ങ് ഉണ്ടാവും.
അതിനുശേഷം പിന്നെ സന്ധ്യ വിളക്കോട് കൂടിയിട്ടാണ് വെള്ളാട്ടം ഇറങ്ങുക. അതും ഒരു 10 മണി വരെയെല്ലാം ഉണ്ടാവും. അതിനിടയിലായി തന്നെ ഗുളികന്റെ വെള്ളാട്ടം ഉണ്ടാവും. അപ്പോൾ സന്ധ്യ വിളക്കോട് കൂടി നമ്മുടെ ചെറിയ മുത്തപ്പൻ വെള്ളാട്ടം ഇറങ്ങും. അതിനുശേഷം അത് ഏകദേശം ഒരു 10 മണിയോട് കൂടി അത് കഴിയും. പിന്നെ അതിന് മുന്നായിട്ട് നമ്മുടെ ഗുളികന്റെ വെള്ളാട്ടവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഗുളികന്റെ വെള്ളാട്ടം എത്ര മണി വരെ ഉണ്ടാകുന്നത്? അത് രണ്ടും ഒരു നിശ്ചിത സമയമുണ്ട്, ആ ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു സമയം. ഓക്കെ. പിന്നെ പിന്നീട് ഇറങ്ങുന്നത് നമ്മുടെ ഗുളികനല്ലേ രാത്രി, അതെത്ര മണിക്കാണ്? സാധാരണ പുലർച്ചക്കാന്ന് ഇതെല്ലാം ഇറങ്ങേണ്ട സമയങ്ങൾ. അപ്പം 4 ദൈവക്കോലങ്ങൾ ഇറങ്ങേണ്ടതുകൊണ്ട് ചെറിയ ക്രമീകരണങ്ങൾ ഉണ്ടാവും, ഒരു മാറ്റം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ആദ്യം ഗുളികൻ ദൈവം, പിന്നെ ഭഗവതി, പിന്നെ അതുപോലെ തന്നെ തിരുപ്പനും വെള്ളാട്ടം. അപ്പോൾ പുലർച്ച എനിക്ക് തോന്നുന്നു 3 മണിയെല്ലാം കഴിയും തോന്നുന്നു അല്ലേ? 3 മണി കഴിഞ്ഞാൽ ഗുളികൻ ഇറങ്ങും. അതിനുശേഷം നമ്മുടെ ഭഗവതി ഇറങ്ങും. പിന്നെ ഇറങ്ങുന്നത് തിരുവപ്പനെയും വെള്ളാട്ടവും അത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കസിൻ ബ്രദർ, എൻ്റെ ഒരു ബ്രദറുടെ മകനായ നിഖിൽ കണ്ണോത്ത് എടുത്ത വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം എടുത്തതാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇപ്പം നമ്മളെല്ലാം വിട്ടുപോയ മടയൻ രാമകൃഷ്ണൻ മടയനെയും കൂടി അതിൽ കാണാം. ഒരു വെള്ള മുണ്ടുടുത്തിട്ട് ആണ് ഉള്ളത്. ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റാരുമല്ല, എൻ്റെ ചേട്ടനായിട്ട് സംസാരിക്കുന്നത് അതിൽ കാണാം. അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തെയ്യത്തിൻ്റെ അത് രാവിലെ എടുക്കാൻ പറ്റിയ വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ഭഗവതിയെ കാണാൻ പറ്റിയിട്ടില്ല. ഗുളികൻ അവിടെ ഇരിക്കുന്നതായിട്ടും പിന്നെ തിരുവപ്പന വെള്ളാട്ടം ഇത് കൂടി കാണാം നമുക്ക്. വേദം മുത്തപ്പൻ നാദം മുത്തപ്പൻ വേദനകൾ നീ വാഴും വേദം വേദനകൾ നീ വാഴും പിന്നെ ഈ ക്ഷേത്രത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇവിടുത്തെ വിശ്വാസത്തെ പറ്റി അത് ഞാൻ പറയുന്നില്ല, അത് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, ഇദ്ദേഹം തന്നെ പറയും. ഒന്ന് അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾ പറ, ആ വിശ്വാസത്തിനെ പറ്റിയും അതിൽ നിന്ന് ഫലം കിട്ടിയതിനെ പറ്റിയും. ഇതിപ്പോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ കുറെ ക്ഷേത്ര പ്രശ്നങ്ങൾ ജ്യോത്സ്യന്മാരെ കൊണ്ട് വരുത്തിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരെല്ലാം പറഞ്ഞൊരു വാക്കുകൾ എന്താന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ അതായത് പിന്നെ ദേവചൈതന്യമുള്ള ഒരു പ്രദേശമാണിത്. അതിൽ നിന്ന് തന്നെ ഈ മടപ്പരിയായിട്ട് വളരെ ദൈവികമായിട്ടുള്ള ഒരു ശക്തിയുള്ള സന്നിധാനമാണ് ഇന്ന് പ്രശ്നങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവായിട്ട് പറയാന്ന് വെച്ചാൽ, നമ്മൾ ഭക്തന്മാരുടെ ഈ മടപ്പരേന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാടാൾക്ക് ഫലപ്രാപ്തി ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം സന്താനഭാഗ്യമില്ലാത്ത എത്രയോ ദമ്പതിമാർ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ തന്നെ അവർ കുട്ടികളുമായി ഇവിടെ വന്ന് അവർ ദൈവത്തിനുള്ള എല്ലാ പ്രാർത്ഥനകളും കൃത്യമായിട്ട് അധികമായിട്ട് നമ്മൾ കാണുന്നതായിരുന്നു. അതുപോലെ ഇപ്പം നമ്മൾ ധനങ്ങൾ സമ്പത്തുകളെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കള്ളൻ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വത്ത് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ധനം ഇതെല്ലാം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സന്ദർഭം ഉണ്ടാവുക, അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് പിന്നെ ആളുകൾ വളരെ ദുഃഖത്തോടുകൂടി മടക്കരേൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതെല്ലാം ഇവർക്ക് തിരിച്ചു കിട്ടുകയും എന്നിട്ട് അവരെന്നെ ഇവിടെ വന്നിട്ട് ദൈവത്തിൻ്റെ ഒരു വർഷത്തെ അടിയന്തരം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഇത് അതെല്ലാം പ്രാർത്ഥനയായിട്ട് ഇവിടെ കഴിച്ചതും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്.
പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ ഉത്സവമായെന്ന് തന്നെ ഒരുപാട് വരവ്, അതായത് അരിയും മറ്റുള്ള സാധനങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അതുമാത്രമല്ല ഇന്നത്തെ പ്രത്യേകത വേറെ ഒന്നും കൂടിയുണ്ട്. ഇന്നിവിടെ സംക്രമമാണ്, സംക്രമത്തിന് പൂജ. അതായത് ഇന്നിവിടെ പൈങ്കുറ്റിയുണ്ട്. പൈങ്കുറ്റീൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ രാത്രി വന്നിട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിൽ പിന്നെ സംസാരിക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഇന്ന് ഈ പകൽ വന്നിട്ട് ഇത്രയും സമയം സംസാരിച്ചതും എല്ലാം. ഇനിയിപ്പം ഇവിടെ കാണാം നമുക്ക് കലശത്തറ എന്ന് കാണാം. ഈ കാണുന്നതാണ് കലശത്തറ. ഇത് ഭഗവതിയെ സങ്കല്പിച്ചിട്ട് ഇവിടെ വിളക്ക് വെക്കുന്ന സ്ഥാനമാണ്. ഇതിൻ്റെ അതായത് ഭഗവതിക്ക് പൂജ വെക്കുന്നത് അപ്പുറത്താണ്. ഇവിടെ നിന്ന് വിളക്ക് ഡെയിലി കത്തിക്കുന്നതേ ഉള്ളൂ. അടുത്തത് നമുക്ക് ഗുളികൻ ദൈവത്തിൻ്റെ തറ കാണാം. ഈ കാണുന്നതാണ് ഗുളികൻ ദൈവത്തിൻ്റെ തറ. ഇവിടുന്നാണ് കെട്ടി ഒരുങ്ങിയിട്ട് ഗുളികൻ ദൈവം പുറപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥാനം. പിന്നെ ഈ ഭാഗത്തായിട്ട് നാഗത്തിൻ്റെ സ്ഥാനം, ആ ബോർഡ് കാണുന്നുണ്ടല്ലോ, ഇവിടെ നാഗത്തിൻ്റെ സ്ഥാനമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ചെറിയ ഇപ്പം
അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രത്യേകത കണ്ടു, ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു. പിന്നെ റിയലി സോറി, ഇവിടുത്തെ അച്ഛന്മാടേൻ്റെ ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നേരത്തെ നഷ്ടപ്പെട്ടു, പഴയ വീട് പൊളിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയെന്ന്. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അതിൽ ശരിയായ ഖേദം പ്രകടിപ്പിക്കുന്നു. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും നമസ്കാരം.